إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റഹ്മാനായ അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും അങ്ങനെ തന്നെ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്യുന്ന നല്ലവരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞയാഴ്ച ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വിശ്വാസികളുടെ ഉമ്മമാരെ പറ്റി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിമാരെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അവർക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം എന്താണ് എന്നും അവരുടെ മഹത്വവും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ഭാര്യയാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 7 മക്കളിൽ ഇബ്രാഹിം ഒഴിച്ച് സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം, ഫാത്തിമ, ഖാസിം, അബ്ദുള്ള ഈ 6 മക്കളുടെയും ഉമ്മയാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
നുബുവത്ത് നൽകി പ്രവാചകത്വം നൽകിയ ആ ഒരു സന്ദർഭത്തിൽ തെല്ലും സംശയമില്ലാതെ പരിപൂർണമായി കൊണ്ടും ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയുണ്ടായി. അഥവാ നബിയിൽ വിശ്വസിച്ച ആദ്യത്തെ വ്യക്തിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് 2 തവണ വിവാഹം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ ഹുവൈലിദ്, അതുപോലെ തന്നെ ഉമ്മ ഫാത്തിമ, ഇവരെല്ലാം മക്കയിൽ അറിയപ്പെട്ട പ്രശസ്തരായ ആളുകളായിരുന്നു. അവരുടെ ഉമ്മ ഫാത്തിമ സൗന്ദര്യത്തിൽ മക്കയിൽ അറിയപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അതുപോലെ തന്നെ അറിവിന്റെയും വിവേകത്തിന്റെയും കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയുടെ കുടുംബം, വിശിഷ്യ പിതൃ സഹോദരൻ വറഖത്ത് ബിൻ നൗഫൽ, അദ്ദേഹം അറിയപ്പെട്ട മഹാപണ്ഡിതനും ആയിരുന്നു. അതിലൂടെ ഖദീജ റളിയല്ലാഹു അൻഹക്ക് സൗന്ദര്യവും അറിവും വിവേകവും എല്ലാം ലഭിച്ച, എല്ലാം കൊണ്ടും പ്രശസ്തയായ, എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന വലിയ ഒരു മഹദിയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ എന്നർത്ഥം. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ ഹുവൈലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു യുദ്ധമുണ്ടായിരുന്നു, ഹർബുൽ ഫിജാർ. ഏതാണ്ട് 6 വർഷത്തോളം നീണ്ടുനിന്ന ഒരു യുദ്ധമായിരുന്നു അത്. അറബികൾക്കിടയിൽ, ഗോത്രങ്ങൾക്കിടയിൽ നിസ്സാരമായ ഒരു കാര്യത്തിന്റെ പേരിലായിരുന്നു ആ യുദ്ധം നടന്നിരുന്നത്. ആ യുദ്ധത്തിലാണ് മഹദിയുടെ ഉപ്പ മരണപ്പെട്ടത് എന്നതാണ് ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം നടക്കുന്നത് 25-ാമത്തെ വയസ്സിലാണ്. അന്ന് ഖദീജ റളിയല്ലാഹു അൻഹക്ക് 40 വയസ്സായിരുന്നു എന്നതാണ് പ്രസിദ്ധമായ ഒരു മഷ്ഹൂറായിക്കൊണ്ടും ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതല്ല, 28 എന്നും 35 വയസ്സ് എന്നും എല്ലാം പറയപ്പെട്ട അഭിപ്രായങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും കൂടുതൽ വയസ്സ് ഖദീജ റളിയല്ലാഹു അൻഹക്ക് ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് 2 തവണ വിവാഹം ചെയ്ത് വിധവയായ ഒരു സ്ത്രീയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. ആ 2 ഭർത്താക്കന്മാരിലൂടെയും അവർക്ക് മക്കളും ഉണ്ടായിട്ടുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ചപ്പോൾ അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും ചെയ്തു എന്നതും നമുക്ക് കാണാൻ സാധിക്കും. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ നല്ല സ്വഭാവത്തിന്റെയും ആത്മാർത്ഥതയുടെയും എല്ലാം കാരണത്താൽ മക്കക്കാർ ത്വാഹിറ എന്ന പേരായിരുന്നു വിളിച്ചിരുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയെ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള വിവാഹത്തിന് ശേഷം ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തി കരസ്ഥമാക്കാൻ അങ്ങേയറ്റം പ്രയത്നിക്കുകയും ചെയ്തു എന്നതാണ്. നമുക്കറിയാം, ഖദീജ റളിയല്ലാഹു അൻഹ മക്കയിൽ അറിയപ്പെട്ട ഒരു കച്ചവടക്കാരിയായിരുന്നു.
അവര് മക്കയിൽ നിന്ന് ഷാമിലേക്ക്, സിറിയയിലേക്ക് അവരുടെ കച്ചവട ചരക്കുമായി കൊണ്ട് ആളുകളെ പറഞ്ഞേക്കും. അതിനുവേണ്ടി മക്കയിലെ ഏറ്റവും നല്ല വിശ്വസ്തരും സ്വഭാവശുദ്ധരുമായിട്ടുള്ള ഏറ്റവും നല്ല ആളുകളെയാണ് അവർ തെരഞ്ഞെടുത്തിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്തതയും സത്യസന്ധതയുമെല്ലാം സംസാര വിഷയമാവുകയും ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയുകയും ചെയ്യുന്നത്. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ ഒരിക്കൽ അവരുടെ കച്ചവടത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുക്കുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഒരു വൃദ്ധനായിരുന്ന മൈസറയും ഉണ്ടായിരുന്നു. ആ മൈസറയുടെ കൂടെയാണ് കച്ചവടത്തിന് വേണ്ടി പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കച്ചവട രംഗത്തും മറ്റുമൊക്കെയുള്ള വിശ്വസ്തതയും സത്യസന്ധതയും ആളുകളോടുള്ള പെരുമാറ്റവുമെല്ലാം കാരണം വലിയ ഒരു ലാഭം ആ കച്ചവടത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. മൈസറയെ അത് വല്ലാതെ ആശ്ചര്യപ്പെടുത്തി. കച്ചവടം കഴിഞ്ഞ് മക്കയിലെത്തി മൈസറ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഖദീജ റളിയല്ലാഹു അൻഹ അതുവരെ ആ രണ്ട് വിവാഹത്തിന് ശേഷം മറ്റൊരു വിവാഹാലോചനക്ക് പോലും താല്പര്യം കാണിക്കാതിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭർത്താവായി ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ വിവാഹാലോചന നടക്കുകയും വിവാഹം നടക്കുകയും ചെയ്യുന്നത്. വിവാഹത്തിന് ശേഷം മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തിയും സ്നേഹവും കരസ്ഥമാക്കാൻ അത് കരസ്ഥമാക്കിക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിലൂടെയാണ് അവരുടെ ജീവിതം കഴിഞ്ഞു പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് വരികയാണ്. സമ്മിലൂനി സമ്മിലൂനി, എനിക്ക് പുതപ്പിട്ട് തരൂ എന്ന് പറഞ്ഞ് പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ പ്രിയതമനെ ഒരു ലവലേശം പോലും ശകാരിക്കുകയോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യാതെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും പുതപ്പെട്ട് കൊടുത്ത് സമാധാനിപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷയോ ഖദീജ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, എനിക്കെന്ത് പറ്റി എന്നറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കല്ലാ, വേണ്ട, അങ്ങനെയൊന്നും അല്ല അബ്ശിർ, നിങ്ങൾ സന്തോഷം കൊള്ളുക. കാരണം എന്താണ്? ഫവല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ, അങ്ങയെ അല്ലാഹു ഒരിക്കലും, വല്ലാഹി അല്ലാഹുവാണ് സത്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നിങ്ങളെ അപമാനിക്കുകയില്ല. ഇന്നക ലതസിലുർ റഹിം, കാരണം നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നയാളാണ്. വതസ്ദുഖുൽ ഹദീസ്, സത്യസന്ധനാണ്. വതഹ്മിലുൽ കല്ല വതഖ്രിദ് ദൈഫ വതുഇനി അലാ നവാഇബിൽ ഹഖ്, നിങ്ങൾ കുടുംബബന്ധം ചേർക്കും, അതുപോലെ തന്നെ പ്രയാസപ്പെടുന്ന ആളുകളുടെ ഭാരം ചുമക്കും, അതുപോലെ തന്നെ അതിഥികളെ ഏറ്റവും മാന്യമായ രൂപത്തിൽ സൽക്കരിക്കും. എല്ലാം ചെയ്യുന്ന നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് ഒരിക്കലും അല്ലാഹു നിങ്ങളെ കൈവിടുകയില്ല, അല്ലാഹു തആല നിങ്ങളെ പ്രയാസപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചു, ആശ്വസിപ്പിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടി വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക് പോവുകയാണ്. വറഖത്ത് ബിൻ നൗഫൽ നബി ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതൃ സഹോദരനാണ്. അങ്ങനെ അവിടെ ചെന്ന് അദ്ദേഹത്തോട് കാര്യം പറയുകയും അദ്ദേഹം കൂടെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് പ്രവാചകത്വത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിച്ച ഖദീജ റളിയല്ലാഹു അൻഹ
പ്രവാചകന്റെ കൂടെ എല്ലാ രൂപത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും നബി ഖദീജ റളിയല്ലാഹു അൻഹ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. വിശ്വസിച്ചു എന്ന കാരണത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഇരയായിട്ടുണ്ടോ അതിന്റെ എല്ലാം ഭാഗവാക്കാകുക കൂടി ഖദീജ റളിയല്ലാഹു അൻഹ ചെയ്തിട്ടുണ്ട്. 3 കൊല്ലം ശുഅബ് അബീ ത്വാലിബ് മലയിൽ ഖുറൈശികൾ ഉപരോധിക്കുകയുണ്ടായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കുടുംബത്തെയും വിശ്വാസികളെയും എല്ലാം. ആ 3 കൊല്ലം പ്രവാചകന്റെ കൂടെ പച്ചലയും പച്ചവെള്ളവും കുടിച്ച് ആ ഒരു പ്രയാസ കാലഘട്ടത്തിലൂടെ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചു എന്നതാണ്. ഹിജ്റക്ക് 3 വർഷം മുമ്പ് അവരുടെ 65-ാമത്തെ വയസ്സിലാണ് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്, ഈ ലോകത്തോട് വിട പറയുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയും നബിയും അടുത്തുണ്ടായിരിക്കെ ജിബ്രീൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഹാദിഹി ഖദീജ, നബിയേ ഖദീജ, അഖ്രിഇഹ സലാമ മിൻ റബ്ബിഹാ വ മിന്നി, അല്ലാഹുവിന്റെയും എന്റെയും സലാം അവർക്ക് അറിയിച്ചു കൊടുക്കൂ നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ വഹി കൊടുക്കുകയാണ്. അഥവാ അല്ലാഹുവിന്റെയും അതുപോലെ തന്നെ ജിബ്രീലിന്റെയും സലാം വരെ കിട്ടിയ അത്രയും വലിയ സ്ഥാനത്തിന് അർഹയായ മഹദിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ എന്നർത്ഥം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖദീജ റളിയല്ലാഹു ജിബ്രീൽ പറയുകയാണ്, വഅമറഹു അൻ യുബശിറഹാ ബൈതുൻ ഫിൽ ജന്ന മിൻ ഖസബിൻ ലാ സഖബ ഫീഹി വലാ നസബ്, പ്രവാചകരെ അവർക്ക് സ്വർഗ്ഗത്തിൽ നല്ല മുത്തുകൊണ്ടും പവിഴം കൊണ്ടുമുള്ള ഒരു വീട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. യാതൊരു നിലക്കുമുള്ള പ്രയാസങ്ങളുമില്ലാത്ത, യാതൊരു നിലക്കുമുള്ള ശബ്ദ കോലാഹലങ്ങളുമില്ലാത്ത സുന്ദരമായ ഒരു ഭവനം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് വിഷമങ്ങൾ സഹിച്ച് കഴിയുകയായിരുന്ന പ്രവാചകന്റെ ആ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, സ്വർഗ്ഗത്തിൽ ഒരു ഭവനമുണ്ട്, അവിടെ പ്രയാസങ്ങളില്ല, അവരുടെ വേദനകളില്ല, ശബ്ദ കോലാഹലങ്ങളില്ല, ഒന്നുമില്ലാതെ സ്വസ്ഥതമായി കഴിയാൻ നല്ല മുത്തുകൊണ്ടും പവിഴം കൊണ്ടുമുള്ള അനുഗ്രഹീതമായ ഒരു ഭവനം അല്ലാഹു തആല മഹദിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, കമുല മിനർ റിജാലി കസീർ, പുരുഷന്മാരിൽ എത്രയോ ധാരാളം ആളുകൾ അവർ എല്ലാം കൊണ്ടും പൂർണ്ണത പ്രാപിച്ചവരാണ്. വകമുല മിനൻ നിസാഇ അർബഅ, സ്ത്രീകളിൽ 4 പേരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ എണ്ണി, ഒന്ന് ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു അൻഹാ, ഫിർഔനിന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹയാണ്. രണ്ടാമത്തത് വമറിയം ബിൻത് ഇമ്രാൻ, ഇമ്രാന്റെ മകൾ മറിയമാണ്. അതുപോലെ തന്നെ ഖദീജ ബിൻത് ഖുവൈലിദ്, ഫാത്തിമ ബിൻത് മുഹമ്മദ് ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹുന്ന. ഈ മഹദികളാണ് എല്ലാ കൊണ്ടും പരിപൂർണ പ്രാപിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു എന്നർത്ഥം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു നിസാഇ അഹ്ലിൽ ജന്ന ഖദീജ ബിൻത് ഖുവൈലിദ് വഫാത്തിമ ബിൻത് മുഹമ്മദ് വആസിയ ബിൻത് മുസാഹിം വമറിയം ബിൻത് ഇമ്രാൻ. ഇമാം അഹ്മദ് റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സ്വർഗ്ഗ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ ഈ 4 പേരാണ്. ആരൊക്കെ? ഒന്നാമതായി കൊണ്ട് നബി എണ്ണിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അതുപോലെ തന്നെ മകൾ ഫാത്തിമയുണ്ട്, അതുപോലെ തന്നെ ആസിയ റളിയല്ലാഹു അൻഹയുണ്ട്, മറിയം റളിയല്ലാഹു അൻഹയുമുണ്ട്. ഈ മഹദികളാണ് സ്വർഗ്ഗ സ്ത്രീകളിലെ ശ്രേഷ്ഠർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ഖദീജ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുള്ള പല റിപ്പോർട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാടിനെ അറുത്ത് അതിന്റെ മാംസം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾക്ക് കൂട്ടുകാർക്ക് നൽകാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു, ഞാൻ വല്ലാതെ ദേഷ്യപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താരോ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഖദീജയോളം ഈർഷ്യതയുള്ള ഒരു സ്ത്രീകളും എനിക്കുണ്ടായിട്ടില്ല. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ അവരെ കാണുകയോ അവരോട് എന്ത് പരിചയമോ ഒന്നും എനിക്കില്ല, പക്ഷേ ഖദീജയോട് എനിക്ക് വല്ലാത്ത ഈർഷ്യതയാണ്. കാരണം എന്താ, എപ്പോഴും ഖദീജയെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്. മാത്രമല്ല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറയുകയാണ്, ആയിഷ ഇന്നി റുസിഖ്തു ഹുബ്ബഹാ, അവരെന്നെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട്, സമ്പത്ത് കൊണ്ടും അതുപോലെ തന്നെ ശരീരം കൊണ്ടും എല്ലാ നിലക്കും അവർ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുകയും അവർ എനിക്ക് വലിയ സഹായവും സ്നേഹവും എനിക്ക് നൽകുകയും ചെയ്തു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ തന്നെ മറ്റൊരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് പറഞ്ഞു, നബിയെ നിങ്ങൾക്കെന്നാൽ എത്ര സ്ത്രീകളുണ്ട്, വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ അബ്ദലനി അല്ലാഹു അസ്സ വജല്ല ഖൈറൻ മിൻഹാ, ആയിഷ ഖദീജയേക്കാൾ നല്ല ഒരു സ്ത്രീയെ അല്ലാഹു എനിക്ക് പകരം തന്നിട്ടില്ല, അല്ലാഹു എനിക്ക് തന്നിട്ടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖദ് ആമൻതു ബി ഇദ് കഫറ ബിന്നാസ്, ആളുകളൊക്കെയും എന്നിൽ അവിശ്വസിച്ചപ്പോൾ അവരെന്നിൽ വിശ്വസിച്ച് എന്റെ കൂടെ നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വസദഖതനി ഇദ് കദ്ദബനി അന്നാസ്, ആളുകളൊക്കെയും എന്നെ കളവാക്കിയപ്പോൾ അവരെന്നെ സത്യപ്പെടുത്തി എന്റെ കൂടെ നിന്നു. അതുപോലെ തന്നെ വവാസതനി ബിമാലിഹാ ഇദ് ഹറമനി അന്നാസ്, ആളുകൾ എന്നെ ബഹിഷ്കരിച്ചപ്പോൾ സമ്പത്ത് കൊണ്ട് അവരെന്നെ സഹായിച്ചു. വറസഖനി അല്ലാഹു അസ്സ വജല്ല വലദഹാ ഇദ് ഹറമനി ഔലാദൻ നിസാ, മറ്റ് ഭാര്യമാരിലൊന്നും അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല, ആ ഖദീജയിലൂടെയാണ് എനിക്ക് സന്താനം ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മഹത്വം ഇങ്ങനെ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ അങ്ങേയറ്റം പ്രശംസിക്കും, അവരെ വല്ലാതെ വാഴ്ത്തും എന്ന് നബി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഒന്നാമത്തെ മഹദിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും അവരെ ബഹുമാനിക്കലും ഒക്കെ വിശ്വാസികൾ എന്ന നിലക്കുള്ള നമ്മുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് പറയുമ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ കടന്നു വരുന്നുണ്ട്, അതിൽ ഖദീജ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ പറ്റി, നമ്മുടെ ഉമ്മമാരെ പറ്റി നമ്മൾ പഠിക്കലും അവരെ ബഹുമാനിക്കലും അവരെ സ്നേഹിക്കലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും ഒക്കെ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിധത്തിലുള്ള അല്ലാഹുവിന്റെ ദീനെ മുറുകെ പിടിച്ച് അല്ലാഹുവിന്റെ ദീന് ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി എല്ലാ നിലക്കുമുള്ള കാര്യങ്ങളും മുറുകെ പിടിച്ച് ജീവിക്കുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ 65-ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. അതൊരു റമദാനിലും ആയിരുന്നു. പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ചില ബൈത്തുകളും മൗലിദുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവരോട് സങ്കടം പറയുന്ന, അതുപോലെ തന്നെ അവരോട് ആവലാദികൾ പറയുന്ന പല വരികളും നമുക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല, റമദാൻ മാസത്തിൽ അവർക്ക് വേണ്ടി പ്രത്യേക യാസീൻ ഓതുക,
അതുപോലെ തന്നെ ആ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട ആ ദിവസം അവസാനത്തെ 10 എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു ദിവസം ഒരു പ്രത്യേകത അവർ നൽകുന്നുണ്ട് പല ആളുകളും. എന്താണത്? 2 റക്അത്ത് നിസ്കരിച്ച് യാ റഹ്മാൻ എന്ന് 4000 തവണ പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭയങ്കര സ്നേഹവും കാരുണ്യവും ഒക്കെ നിലനിൽക്കും എന്നാണ് വിശ്വാസം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു സ്വലാത്തോ അങ്ങനെ ഒരു നിസ്കാരമോ ആ നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ 4000 തവണ യാ റഹ്മാൻ എന്ന് പറയാനോ പഠിപ്പിച്ചിട്ടില്ല. റഹ്മാൻ എന്ന അല്ലാഹുവിന്റെ പേര് റഹ്മത്ത് എന്ന കാരുണ്യത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് യാ റഹ്മാൻ എന്ന് 4000 തവണ പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ആ ഒരു കാരുണ്യവും സ്നേഹവും നിലനിൽക്കുമെന്നാണ് പലരും പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ ഒന്ന് ഇസ്ലാമിലില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ അങ്ങനെ ഒന്നും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയുമായുള്ള ബൈത്തിൽ തവസ്സുലാക്കിക്കൊണ്ടുള്ള പല പ്രാർത്ഥനകളും നമുക്ക് കാണാൻ സാധിക്കും. റളിയല്ലാഹു അൻകി യാ ഉമ്മനാ സൗജൻ നബിയ്യി ശഫീഇനാ ഖദീജത്തുൽ കുബ്റാ ഫഖ്റനാ അസ്ലിഹി ദീനൻ ദുനിയാ ലനാ. ഖദീജ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, അല്ലാഹു നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. യാ ഉമ്മനാ, ഞങ്ങളുടെ ഉമ്മ. സൗജൻ നബിയ്യി ശഫീഇനാ, ഞങ്ങളുടെ ഷഫീആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൽ നമുക്കൊക്കെ ഷഫീആണ്. നമ്മുടെ ഷഫീആണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ ഷഫീആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയും ഞങ്ങളുടെ ഉമ്മയുമായവരെ അല്ലാഹു നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഖദീജത്തുൽ കുബ്റാ ഫഖ്റനാ, ഖദീജത്തുൽ കുബ്റാ ഞങ്ങളുടെ ഒരു അഭിമാനമാണ്. ഈ ഖദീജത്തുൽ കുബ്റ എന്ന പ്രയോഗം തന്നെ ഷിയാക്കളാണ് അതിൽ രൂപപ്പെടുത്തിയത്. പലപ്പോഴും നമ്മളിലൊക്കെ അറിയാതെ വരുന്ന ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുമ്പോൾ ഖദീജത്തുൽ കുബ്റ എന്നൊരു പരാമർശം പലരുടെയും സംസാരത്തിൽ വരാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഷിയാക്കളിലെ റാഫിദിയാക്കളിൽ നിന്നും വന്നതാണ് എന്നതാണ് പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറയുന്നത്. അതായത് ഖദീജത്തുൽ കുബ്റാ ഫഖ്റനാ, ഖദീജ ഞങ്ങളുടെ അഭിമാനമാണ്. അസ്ലിഹി ദീനൻ ദുനിയാ ലനാ, ഞങ്ങളുടെ ദീനും ദുനിയാവുമൊക്കെ അങ്ങ് ഞങ്ങൾക്ക് നന്നാക്കി തരണേ എന്ന് ഖദീജ റളിയല്ലാഹു അൻഹയോട് പറയുന്ന വരികൾ പല ബൈത്തുകളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏതാ നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ ഒന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണശേഷം എത്രയോ കാലം ജീവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റമദാനിലും ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ഒരു യാസീൻ അല്ലെങ്കിൽ ഇതുപോലെ പറഞ്ഞിട്ടുള്ള യാ റഹ്മാൻ എന്ന് പറയുന്ന 4000 ദിക്ർ ഇതുപോലെയുള്ള വരികൾ ഒന്നും ചൊല്ലുകയോ ചൊല്ലാൻ പഠിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം ഇസ്ലാമിൽ കടന്നുകൂടിയിട്ടുള്ള ആരൊക്കെയോ കടത്തിക്കൂട്ടിയിട്ടുള്ള വിശ്വാസികളുടെ പാവപ്പെട്ട വിശ്വാസികളുടെ വിശ്വാസത്തെ നശിപ്പിച്ച് വഴിപിഴപ്പിക്കാൻ വേണ്ടി കുറെ കടത്തിക്കൂട്ടിയ നൂലാമാലകളാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സത്യം, യഥാർത്ഥത്തിലുള്ള ഹഖ് അത് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ ചരിത്രവും അവർക്കുള്ള സ്ഥാനവും നമ്മൾ പഠിക്കുന്നതോടൊപ്പം അതിൽ നിന്നെല്ലാം ലഭിക്കുന്ന ഗുണപാഠങ്ങൾ നമുക്കും ഒരുപാട് നേടാനുണ്ട്. ആ രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചക പത്നിമാരുടെ ചരിത്രത്തെ നമ്മൾ പഠിക്കാനും അഴവിറക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്നവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. കടം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ. അവരുടെ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറിടം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകിക്കൊണ്ട് പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെയും ആവശ്യങ്ങൾ അറിയുന്നവനും ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ളവരുമാണല്ലോ നീ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന
പ്രാർത്ഥന നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.